ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു കപ്പക്ക തോരനാണ്. കപ്പക്ക പപ്പായ എന്നൊക്കെ പറയും. അതിൻ്റെ വറവാണ്. നമ്മളെ നാട്ടിലൊക്കെ വറവ് എന്നാണ് പറയുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാനിലോട്ടേക്ക് സ്റ്റൗ ഓണാക്കിയതിന് ശേഷം പാനിലോട്ടേക്ക് ഈ മുറിച്ച് വെച്ച കപ്പക്ക തോരൻ എല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം പാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. ഇനി കപ്പക്ക ഇതുപോലെ മുറിച്ചതൊക്കെ പാനിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാ ഭാഗത്തേക്ക് എത്തുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടൊരു വറവാണ് കപ്പക്ക തോരൻ. ഒന്നാമത് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ചോറിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വറവാണ്. ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ടേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒരുപാട് കൂടി പോകരുത്. കപ്പക്ക മുങ്ങിക്കിടക്കാൻ പാകത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിലാക്കി കൊടുത്തിട്ട് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് അടച്ച് വെക്കുക. ഒരു 10-15 മിനിറ്റ് ശേഷം ഇതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എന്നിട്ട് വെന്തോ നോക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ കുറച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങ ചിരകിയത് ഒരു 4 സ്പൂൺ തേങ്ങ ചിരകിയത്. ഒരുപാട് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് പോവും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി കുറച്ചധികം ആയാലും ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ വറ്റൽ മുളക് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളുത്തുള്ളിയും തേങ്ങയും വെച്ച് മാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആ തേങ്ങയും എല്ലാം ഒന്ന് എത്താൻ വേണ്ടിയിട്ട് മൊത്തത്തിലൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലോട്ടേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലോട്ടേക്ക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇതിൽ ഇത്രയും സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചധികം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ തൊലി കളഞ്ഞ് വെച്ച ഒരു 4-5 വെളുത്തുള്ളി ഇട്ടാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് വറവിന്. ഞാൻ കുറച്ചധികം എപ്പോഴും ചേർക്കാൻ ശ്രമിക്കാറുണ്ട്. അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ തോരനിലോട്ടേക്ക് ഇതിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.